Ranthuniam Sheriam Tennessee, Jananthan, the Adara, the Shambhavadiara, the Podi. Ranthuniam Sheriam Tennessee, Aragal Kamanam, Judachanam, the Rathanasi, Ragajara, the Ragal Kamanagadam. Ratuniam Sheriam Tennessee, Ragajagal Kamana, the Ragada, the Ragal Kamanam, Vaidi, Gadam, Vaishse. Raturo Komasiala, the Chala, the Sheda, the Hatura, Rabel Prodi, Vidihasiate, Rantuniam Seriam, the Nadira Jala, the Gadatu, Jagashambavadia, Rabel Prodi, Vidigadagase, E Rakomashaturo, Basiam, Teriam, Shele, the Jala, the Dagase, Raturo Komasiam, Teriam, Shele, the Aragal Kamana, Waidiam, Sheli, Antanase. Hallelujah. Ratoro Bakasiriam Toda Mashekimiam Teliam Danase. E Ribakasi Rebe Shatoloro Komashantaniam Seli Datanata. Rantane Siracharakaturo Basia Talare. E Rabaka Shantoro Biam Sele di Kama Shantane Riantanasira. Rantunibidiam Sheliam Tanasira Janatanam Sheliam Tanase Roba Kasire Deniam Sheliam Teniam Zedi Kama Shaturobiam Shelediam Teni Rakumasiante Shaturobiam Shelediam Teni Rakumasiante Niam Sheliam Tanasira Gachora Manasia Gature Rantuni Bidiam Sheladjana Dida Jala Dida Shantuni Bidiam Seriam Tana Rakuma Shele Didiam Telediam Sala Rakuma Shele E Raturi Rubashantaniam Seriam Tanadi Jala Dida Kamana Whiteam Shele Raturoba Shataraba Baba Shantala Rakama Siva Dana Baba Baba Raturo Baba Shakara Kamasala Radiam Shala Rakama Shatorobiam Tere Rantuliam Sheriam Tanesia Noraba Kamasere de Kemiam Shala Toribiata Rantuniam Seriam Sheria Tanare Shaturo Bana Haturo Diam Tene Rokumasia Tenere Baushala Raba Kasiam Tenere Bokiam Shala Baba. Oh, we praise Jesus, we praise you, Lord, we praise you, Lord. We come a sheria telere botama mase yada. നാമം ഇന്ന് പകലൊരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. വീണ്ടും നിങ്ങളുടെ മുൻപിൽ സ്തോത്രം. ഈ ലൈവിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർമാറുമായി നമ്മൾ ചിന്തിച്ചു വരുന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലാണ് ഇന്നത്തെ ഈ പകൽ നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 19 അധ്യായങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ആമേൻ വളരെ പ്രൈസുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഒത്തിരി പേരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. അത് അനുഭവിക്കുവാനും അത് കേൾക്കുവാനും അത് കാണുവാനും ഒക്കെ കർത്താവ് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2025 ഒരു വലിയ ഉണർവിൻ്റെ ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു, ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനി നമ്മുടെ മുൻപിൽ വെറും 8 അധ്യായങ്ങളാണ് നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ കാണാൻ ദൈവം സഹായിക്കട്ടെ. 20-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. കലകം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്ത് എത്തി. അവിടെ 3 മാസം കഴിച്ചിട്ട്
സിറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാൽ മക്കദോന്യ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. ബെരോവയിലെ പുറോസിൻ്റെ മകൻ സോപത്രോസും തെസലോനിക്കരായ അരിസ്വേസും സെക്കുന്തോസും ദർബക്കാരനായ ഗായോസും തിമത്യോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രൊവിമോസും ആസ്യ വരെ അവനോട് കൂടെ പോയി. അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കൽ എത്തി 7 ദിവസം പാർത്തു. ഈ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പൗലോസിൻ്റെ ശുശ്രൂഷയുടെ അഥവാ പൗലോസിൻ്റെ മിഷണറി യാത്രകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ വിവരിക്കുന്നത്. അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, ഞാൻ ആവർത്തിക്കുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം എന്ന് വെച്ചാൽ സൺഡേ, അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചത് കൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്നും പലരുടെയും ഇടയിലുള്ള ഒരു തർക്ക വിഷയം, അല്ലെങ്കിൽ പലരുടെയും ഉള്ളിലൊരു ചോദ്യമാണ്, ആമേൻ, ഉപവാസം എടുത്താൽ മാത്രമേ, അല്ലേ, സ്തോത്രം, അപ്പം നുറുക്കുവാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും അഥവാ കർത്താവിൻ്റെ മേശയിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാവൂ, അല്ലെങ്കിൽ ഞാൻ ഉപവസിച്ചില്ല. ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളൊരു ചിന്തയാണ്, ഒരു കാര്യമാണ്. ഞാൻ ഉപവസിച്ചില്ല, അതുകൊണ്ട് ഞാനിന്ന് തിരുവത്താഴം എടുക്കുന്നില്ല. ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തില്ല, ഞാൻ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഞാൻ പങ്കെടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒത്തിരി സംഗതികൾ, ഒത്തിരി ധാരണകൾ, തെറ്റിദ്ധാരണകൾ പലയിടങ്ങളിലും കാണുവാനും കേൾക്കുവാനും ഇടയാകാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ അവർ ദൈവത്തെ ആരാധിപ്പാൻ അവർ കൂടി വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ അപ്പം നുറുക്കുവാൻ. എന്തിനാ അവർ കൂടി വന്നേ? അവർ അപ്പം നുറുക്കുവാൻ കൂടി വരുവാൻ ഇടയായി. സ്തോത്രം. പ്രസംഗത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല അവരുടെ പ്രധാനം, അപ്പം നുറുക്കുക. എന്നാൽ എൻ്റെ വിഷയം അതല്ല, അതിൻ്റെ വിഷയത്തിലോട്ട് വരട്ടെ. അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചത് കൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെ എന്ത് ചെയ്തു? പ്രസംഗം നീട്ടി. അപ്പോൾ പിറ്റേ ദിവസം പൗലോസിന് യാത്ര ചെയ്യണം. പൗലോസ് ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി പൗലോസിന് അവിടെ അവരുടെ മുമ്പിൽ പ്രസംഗിക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ല. ആയതുകൊണ്ട് അന്നത്തെ തൻ്റെ പ്രസംഗം അവിടെ എഴുതിയിരിക്കുന്നു, പാതിര വരെയും അർദ്ധരാത്രി വരെ പൗലോസ് തന്നെ പ്രസംഗം നീട്ടുവാൻ ഇടയായി. പ്രസംഗം അങ്ങ് നീണ്ടുപോയി. അതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ പ്രസംഗം നീണ്ടിട്ടും ഒരു വ്യക്തി പോലും എഴുന്നേറ്റ് പോയതായി അവിടെ വായിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് പല ആരാധനകളിലും പല സഭകളിലും പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ വാച്ച് നോക്കിക്കൊണ്ടാണ്. ആമേൻ. വാച്ച് നോക്കിയുള്ള ആരാധന എന്ന് നിലയ്ക്കുമോ അന്നു മാത്രമേ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിപ്പാൻ കഴിയത്തുള്ളൂ.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഘടനയുടെ അഥവാ ഒരു ഡിനോമിനേഷൻ്റെ മേധാവിയായിരിക്കുന്ന ഒരു ബിഷപ്പായിരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ദൈവദാസനെ കാണുവാനും അല്പസമയം അദ്ദേഹത്തോട് സംസാരിക്കുവാനും ഇടയായി. എന്നാൽ അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, സ്തോത്രം, ഇന്ന് പലർക്കും ഇന്നത്തെ ഒരു ന്യൂ ട്രെൻഡ് അഥവാ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ന്യൂ ജെൻ ടൈം, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മണിക്കൂറുകളിൽ നിന്ന് ആരാധിക്കാൻ ആർക്കും താല്പര്യമില്ല. സ്തോത്രം. അങ്ങനെ ആരും ഇരിക്കത്തുമില്ല. അതുകൊണ്ട് സഭാരാധനകൾ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഭ ഡിനോമിനേഷനിലെ എല്ലാ സഭകളിലും 2-2.5 മണിക്കൂർ കൊണ്ട് ആരാധന നിർത്തുമെന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ ക്ലോക്ക് നോക്കിയുള്ള ആരാധനയ്ക്ക് നമ്മൾ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനും യാതൊന്നും പലപ്പോഴും ചെയ്യുവാനും കഴിയാതെ പോകുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഒരു ലിമിറ്റേഷൻസ് ഇല്ലാതെ, ലിമിറ്റുകളില്ലാതെ, സമയ പരിമിതികളില്ലാതെ, സമയപരിധികൾ വയ്ക്കാതെ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാനിടയാകും. ഇവിടെ നോക്കണേ, പൗലോസിൻ്റെ പ്രസംഗം നീട്ടി. എപ്പോഴാ? അർദ്ധരാത്രി വരെ, പാതിരാ വരെ പ്രസംഗം നീട്ടി. എന്നാൽ ഒരു വ്യക്തി പോലും അവിടെ എഴുന്നേറ്റ് പോയില്ല. സ്വാഭാവികമായി മണിക്കൂറുകൾ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥ്യം, ശാരീരിക ക്ഷീണങ്ങൾ എല്ലാവരിലും ഉണ്ടായിരുന്നിരിക്കാം. മണിക്കൂറുകൾ നീണ്ട പ്രസംഗം നേടുമ്പോൾ പ്രസംഗിക്കുന്ന പൗലോസിനും സ്വാഭാവികമായിട്ടുള്ള ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ശാരീരികമായ ക്ഷീണങ്ങളും മറ്റു കാര്യങ്ങളും അവരുടെ പ്രസംഗത്തിനും അവരുടെ ആരാധനയ്ക്കും ഒരു ലിമിറ്റേഷൻസ് ഇടാൻ ഇടയായില്ല. സ്തോത്രം. എന്നാൽ ഈ പ്രസംഗം നീട്ടിയപ്പോൾ അടുത്ത വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? 8-ാം വാക്യം, ഞങ്ങൾ കൂടിയിരുന്ന മാളിക മുറിയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഢ നിദ്ര പിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനകൾ ഒടുവിൽ ശാരീരികമായ ക്ഷീണങ്ങളും സ്വാഭാവികമായ ബലഹീനതകളും ഉറക്കം വരുന്ന അനുഭവങ്ങളുമൊക്കെ ഇവരിലുണ്ടായി. എന്നാൽ ഇവിടെ ഈ പ്രസംഗം നീണ്ടുപോയപ്പോൾ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ, പുള്ളിയൊരു യൂത്ത, ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? കിളിവാതിൽക്കലിരുന്ന് ഈ പുള്ളിക്കാരൻ ചാരിയിരുന്ന് അങ്ങ് ഉറങ്ങുക, ഗാഢനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കുകയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. പുള്ളി 3-ാം തട്ടിൽ നിന്ന്, 3-ാം നിലയിൽ നിന്ന് പുള്ളി എവിടെ വീണു? താഴെ വീണു. എന്താ വീഴാൻ കാരണം? പൗലോസിൻ്റെ പ്രസംഗം നീണ്ടു. ഇന്നാണ് ഒരു ദൈവദാസൻ്റെ പ്രസംഗം ഇതുപോലെ നീണ്ടിരുന്നെങ്കിൽ, ആമേൻ, ആ സഭയ്ക്കകത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇന്ന് പലപ്പോഴും സഭ നിയന്ത്രിക്കുന്നത് മനുഷ്യനാണ്.
ഇന്ന് പലപ്പോഴും സഭ നിയന്ത്രിക്കുന്നത് സമയമാണ്. ഇന്ന് പലപ്പോഴും സഭ നിയന്ത്രിക്കുന്നത് ചില കൂടുകളാണ്. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, ഉണർവ് വെളിപ്പെടണമെങ്കിൽ സഭ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടട്ടെ. സമയങ്ങൾ മാറ്റിവെക്ക്, അഭിപ്രായങ്ങൾ മാറ്റിവെക്ക്. ആമേൻ. ഒരു ദൈവ പ്രവർത്തിക്കു വേണ്ടി മുഴങ്കാൽ മടക്കാൻ ഈ നാളുകളിൽ തയ്യാറാകുമെങ്കിൽ, സമയപരിമിതികളില്ലാതെ, സ്തോത്രം, യാതൊരു പരിധികളുമില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനിടയാകും. ആരാധനയ്ക്ക് ലിമിറ്റ് ഇടരുത്. ദൈവത്തെ ആരാധിക്കുക. എത്രത്തോളം ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ അത്രത്തോളം ദൈവത്തെ ആരാധിക്കുക. ആമേൻ. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാധിപ്പാനാണ്. സ്തോത്രം. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാനാ. ആ ആരാധന നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ദൂതിലോട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ ഈ സംഭാഷണം അല്ലെ, പൗലോസ് വളരെ നേരം സംഭാഷിക്കുകയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ ഈ ചെറുപ്പക്കാരൻ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ താഴെ വീണു. അടുത്ത അവനെ മരിച്ചവനായി എടുത്തു കൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിലുള്ളതല്ല, പുതിയ നിയമ ശുശ്രൂഷയിലുള്ളതാണ്. സ്തോത്രം. അവൻ്റെ മേൽ വീണു, തഴുകി. ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. പിന്നെ അവൻ കയറി ചെന്ന്, ആരാ? പൗലോസ് കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു, പുലരുവോളം സംഭാഷിച്ചു, പുറപ്പെട്ടു പോയി. അടുത്ത വാക്യത്തിൽ ഇരിക്കുന്നു, അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. ഞാൻ ഇന്ന് പകൽ ഈ പുതിയ നിയമ, ആമേൻ, സ്തോത്രം, അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ ഈ ലൈവിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഇന്നും കേരള സഭ മരിച്ചവർ ഉയർക്കുന്നത് കാണുവാൻ പോകുകയാണ്. യെസ് ജീസസ്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ ഇതിനെതിരെ പ്രസംഗിച്ചാലും, എന്തൊക്കെ ചെയ്താലും, ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, അൺലിമിറ്റായ നിലകളിൽ, സ്തോത്രം, ടൈം ലിമിറ്റായ നിലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് ഇന്നു പകൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ, നമ്മുടെ സഭകൾ ഏൽപ്പിക്കപ്പെട്ടാൽ, ഈ ദിവസങ്ങളിൽ അസാധാരണമായ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനിടയാകും. സ്തോത്രം. അസാധാരണമായ കാര്യങ്ങൾ. എനിക്കറിയത്തില്ല, ദൈവാത്മാവിന് സഭയിൽ മുൻതൂക്കം കൊടുക്കുക, പരിശുദ്ധാത്മാവിന് സഭയിൽ മുൻതൂക്കം കൊടുക്കുക. ആമേൻ. എന്നാൽ ഇന്ന് സഭകളിൽ കാണുന്ന പലപ്പോഴും ഈ ദൈവാത്മാവിന് മുൻതൂക്കം കൊടുക്കാതെ നമ്മുടെ പേര്, നമ്മുടെ പ്രശസ്തി, നമ്മുടെ കഴിവ് തെളിയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പലപ്പോഴും നമ്മൾ കടന്നു പോകുമ്പോൾ, ആമേൻ, ആ ഒരു അനുഭവം ഈ നാളുകളിൽ മാറി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചലിക്കേണ്ടതിന്, ഈ ദിവസങ്ങളിൽ നാം ഏൽപ്പിക്കപ്പെട്ടാൽ വലിയ കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമനഘടകം യേശുവിന്റെ നാമത്തിൽ. പൗലോസിന്റെ പ്രസംഗം നീണ്ടതുകൊണ്ട്, പ്രഭാതത്തോളം പൗലോസിന്റെ പ്രസംഗം നീണ്ടതുകൊണ്ട്, ഇവിടെ ഈ മനുഷ്യൻ, ഈ യൗവനക്കാരൻ, അവൻ ഗാഢനിദ്ര പിടിച്ചവൻ 3-ാം നിലയിൽ നിന്ന് അവൻ താഴേക്ക് വീണു. അവൻ മരണപ്പെട്ടു. എന്നാൽ ഇവർ അപ്പം നുറുക്കി കഴിഞ്ഞു എന്ന് നോക്കുമ്പോൾ
ഈ യൗവനക്കാരൻ, ആമേൻ, സ്തോത്രം, യൂത്തിക്കോസ് എന്ന ഈ യൗവനക്കാരൻ അവൻ ജീവനുള്ളവനായിരിക്കുന്നത് കണ്ട് ആശ്വസിച്ചു. യേശുവിൻ്റെ നാമത്തിൽ 2025 നിന്നുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഈ വർഷം ദൈവസഭയ്ക്കകത്ത് ചില മരിച്ചവർ ഉയർക്കട്ടെ. ആത്മമണ്ഡലത്തിലും ഭൗതികമായ തലങ്ങളിലും മരിച്ച ചിലർ ഉയർക്കുന്ന ഒരു അത്ഭുതകരമായ ചില ശുശ്രൂഷകൾ ഈ നാളുകളിൽ വെളിപ്പെട്ടു വരട്ടെ. ചില മിറക്കിൾസ് ദൈവസഭയ്ക്കകത്ത് സംഭവിക്കട്ടെ. ശക്തമായ ചില മിറക്കിൾസ്, ശക്തമായ ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ റിലീസാകട്ടെ. അത്ഭുതങ്ങൾ ഇന്ന് പകൽ റിലീസാകട്ടെ. അത്ഭുതങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ. ഈ വർഷത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. നിന്റെ മിനിസ്ട്രിയിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. യെസ് ജീസസ്. മരിച്ചവനായി കണ്ട, അല്ലേ, മരിച്ചവനായി കണ്ട യൂത്തിക്കോസ് ഉയർത്തെഴുന്നേറ്റവനായി, ആമേൻ, അവൻ ജീവനുള്ളവനായി അവനെ കണ്ട് ആശ്വസിച്ചതുപോലെ, യെസ്, മരിച്ച ചിലതൊക്കെ ജീവിച്ചിരിക്കുന്നത് കണ്ട് ആശ്വസിക്കത്തക്ക ഒരു വർഷമായി, അനേകർ ആശ്വസിക്കുന്ന ഒരു വർഷമായി ഈ 2025 യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ മാറ്റപ്പെടട്ടെ. The name of Jesus. Yes. അടുത്ത വാക്യത്തിലേക്ക് പോകട്ടെ. ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പൗലോസിനെ അസോസിൽ വെച്ച് കയറ്റി കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്ക് ഓടി. അവൻ കാൽനടയായി വരുവാൻ വിചാരിച്ചു. ഇങ്ങനെ ചട്ടം കെട്ടിയിരുന്നു. അവൻ അസോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിതുലേനയിൽ എത്തി. അവിടെ നിന്ന് നീക്കി പിറ്റന്നാൾ ക്യോസ് ദ്വീപിൻ്റെ തൂക്കിൽ എത്തി. മറുനാൾ സാമോസ് ദ്വീപിൽ അണഞ്ഞു. പിറ്റേന്ന് മിലേത്തോസിൽ എത്തി. കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസിയിൽ കാലതാമസം വരരുത് എന്നു വെച്ച് എഫെസോസിൽ അടുക്കാതെ ഓടണം എന്ന് നിശ്ചയിച്ചിരുന്നു. 20-17 വാക്യം അപ്പോസ്തല പ്രവൃത്തി. മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ചു. സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ പൗലോസിന് ഈ ഒരു രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ തുറന്ന പുസ്തകം എന്നൊക്കെ പറയുന്നത് പോലെ പൗലോസിൻ്റെ ലൈഫ് വിശ്വാസികളുടെ മുമ്പിൽ തുറന്ന പുസ്തകമായിരുന്നു. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ,
നമ്മളാരും സൂപ്പർ സ്റ്റാറുകളല്ല. ആമേൻ. പൗലോസ് പറഞ്ഞു വരുന്നതിൽ നിന്ന് പൗലോസ് പറയുന്നു, ഞാൻ ഒരു സൂപ്പർ സ്റ്റാറുമല്ല. ഞാൻ ആരാ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുക, അല്ലേ? എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയായിരുന്നെന്ന്. അപ്പം ഞാൻ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. സ്തോത്രം. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യ ജീവിതം, ഇനി ജനത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ വേറൊരു ജീവിതം, ഇങ്ങനെ ഒന്നില്ല. പൗലോസ് പറയുക, ഞാൻ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. സ്തോത്രം. ഞാനൊരു തുറന്ന പുസ്തകമാണ്. ഇനി വളരെ താഴ്മയോടും പൗലോസിന്റെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു? വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ. എങ്ങനെയായിരുന്നു? താഴ്മയോടും. എങ്ങനെ? വളരെ താഴ്മയോടും. പൗലോസ് പറയുകയാണ്, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങൾ. അപ്പൊ പൗലോസ് ശുശ്രൂഷയിലായിരിക്കുമ്പോഴും ഈ കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത് കഷ്ടതയില്ലാത്തൊരു വേലയല്ല. ഞാൻ പറയട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ വേല കർത്താവിൻ്റെ വേലയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു വലിയ കഷ്ടതയും ഈ വേലയിലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിൽക്കുന്നതല്ല ദൈവവേല. ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല ദൈവവേല. ആമേൻ. അതിനപ്പുറം സ്തോത്രം ശുശ്രൂഷയുടെ മറ്റു ചില ഭാഗങ്ങളുണ്ട്. അത് വളരെ കഷ്ടമാണ്. എന്നാൽ ഈ കഷ്ടതയിലാണ് പലരും എന്ത് ചെയ്യുന്നേ? വീണു പോകുന്നേ. എന്നാൽ വീണു പോകാതെ നിൽക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. സ്തോത്രം. പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, താഴ്മയോടെ എന്ന് വെച്ചാൽ എൻ്റെ താഴ്മയില്ലാതെ എൻ്റെ താഴ്മയെ പരീക്ഷിക്കുന്ന നിലയിലുള്ള ചില പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ അഹങ്കരിച്ചില്ല. പൗലോസിന് വേണ്ടി അഹങ്കരിക്കായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ? പൗലോസ് ഉപയോഗിക്കുന്ന കർച്ചീഫുകൾ, പൗലോസ് ഉപയോഗിക്കുന്ന റൂമാലകൾ, അല്ലേ? സ്തോത്രം. കൊണ്ടിടുമ്പോൾ തന്നെ എന്ത് ചെയ്തു? രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ പുറപ്പെട്ടു പോയി. ആമേൻ. അവിടെ അപ്പോസ്തല പ്രവർത്തിക്കേണ്ട പുസ്തകം കഴിഞ്ഞ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അപ്പോ പൗലോസ് ഉപയോഗിച്ചിരുന്ന റൂമാലും ഉത്തിരിയുമൊക്കെ ഇതിടുമ്പോൾ തന്നെ അവർ സൗഖ്യമാണ്, അവർ വിടുവിക്കപ്പെടും. അപ്പൊ ഈ വിടുതലുകൾ, ഈ സൗഖ്യങ്ങൾ നടക്കുമ്പോൾ പൗലോസിന് വേണ്ടി അഹങ്കരിക്കാമായിരുന്നു. എന്നാൽ അവിടെ ഒന്നും പൗലോസ് അഹങ്കരിച്ചില്ല. നമ്മളിവിടെ വായിക്കുന്നു, പൗലോസ് പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ സ്തോത്രം 19-ാം വാക്യത്തിൽ പറയുന്നു, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും. അപ്പോ പൗലോസിന് എന്തുണ്ടായി? കഷ്ടങ്ങളുണ്ടായി, വളരെ കഷ്ടങ്ങളുണ്ടായി. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ശുശ്രൂഷയിൽ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ വളരെ കഷ്ടങ്ങളുണ്ടായി. എന്നാൽ ഈ കഷ്ടങ്ങളോടുകൂടെ അല്ല,
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു. അപ്പൊ കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന കഷ്ടങ്ങളും ഈ പറയുന്ന പ്രതിസന്ധികളും ഈ പറയുന്ന വിഷയങ്ങളൊന്നും കർത്താവിനെ സേവിക്കുന്നതിനൊരു തടസ്സമല്ല. പലരും പറയാറുണ്ട്, പാസ്റ്ററെ എനിക്ക് ഭയങ്കര പ്രതികൂലമായിരുന്നു, അതാ ഞാൻ ആരാധനയ്ക്ക് വരാത്തെ, ഞാൻ ആരാധിക്കാത്ത, ഞാൻ പള്ളിയിൽ പോകാത്തതിൻ്റെ കാരണം ഭയങ്കര പ്രതികൂലമാണ്, ഭയങ്കര കഷ്ടതയാണ്. പൗലോസ് പറയുക, ഈ കഷ്ടങ്ങളോട് കൂടാ ഞാൻ ദൈവത്തെ ആരാധിച്ചേ. ആമേൻ. ഞാൻ പറയട്ടെ, കഷ്ടം മാറിയിട്ട് ദൈവത്തെ ആരാധിക്കാന്ന് വിചാരിച്ചാൽ ഈ ലോകമുള്ള കാലത്തോളം കഷ്ടം മാറത്തില്ല. ആമേൻ. നീ ഒരു മനുഷ്യനാണോ നിനക്ക് കഷ്ടമുണ്ട്? കർത്താവിന് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടം മാറിയിട്ട് ദൈവത്തെ സേവിക്കാൻ പറ്റത്തില്ല. കഷ്ടം മാറിയിട്ട് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. കഷ്ടം മാറിയിട്ട് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. കഷ്ടത മാറിയിട്ട് ഒരിക്കലും സ്നാനപ്പെടാനോ ദൈവത്തെ ആരാധിക്കാനോ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാ? പൗലോസ് പറയുന്നത്, കഷ്ടതയോടുകൂടെ, താഴ്മയോടും കണ്ണുനീരോടും കഷ്ടതയോടും കൂടെ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത്തോടും കൂടെ ഞാൻ എൻ്റെ കർത്താവിനെ സേവിച്ചു വന്നു. ആമേൻ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില വ്യക്തികളാൽ, ചില സാഹചര്യങ്ങളാൽ, ചില അനുഭവങ്ങളാൽ നിന്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ, ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് മാറട്ടെ കർത്താവേ, അത് മാറിയിട്ട് ഞാൻ നിന്നെ സേവിക്കാം എന്ന് പറയുന്ന തീരുമാനമല്ല ഇന്ന് പകൽ പൗലോസിനെ പോലെ ഒരു പുതിയ തീരുമാനമെടുക്കാൻ പറ്റുമോ? ഞാൻ ഈ കണ്ണുനീരിലാണെങ്കിലും, ഞാൻ ഈ കഷ്ടതയിലാണെങ്കിലും, ഞാൻ താഴ്മയോടെ ഈ കഷ്ടതയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അടുത്തിരിക്കുന്നു, കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും, പൗലോസ് പറയാ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോ പ്രയോജനമുള്ളത്, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളത്, ആമേൻ, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളത്, വിശ്വാസികൾക്ക് പ്രയോജനമുള്ളത് പറയുന്നതാണ്. മറച്ചു വയ്ക്കാതെ തുറന്ന് പറയുന്നവനാണ് യഥാർത്ഥ ഒരു ദൈവദാസൻ. സ്തോത്രം. ചിലരുണ്ട്, ചിലത് പറയത്തില്ല, ചിലത് മറച്ചു വയ്ക്കും. പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും മറച്ചു വയ്ക്കും. ആമേൻ. പലപ്പോഴും ഞാൻ ആത്മീകമായി വളരണം, എന്നാൽ മറ്റൊരുവൻ എന്നെപ്പോലെ വളരരുത്. പലപ്പോഴും ദൈവസഭയ്ക്കകത്തുള്ളൊരു ചിന്താഗതിയാണ്, ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആത്മീയമായി വളർന്നത്, ആ ഒരു നിലയിൽ മറ്റേ ആളും വരരുത്, അല്ലെങ്കിൽ ആ വ്യക്തി വരാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനുള്ള സഹായം പറഞ്ഞു കൊടുക്കില്ല, ചെയ്തു കൊടുക്കില്ല. സ്തോത്രം. സ്വാർത്ഥത. ഇന്ന് പകൽ ആ വ്യാപാരം ദൈവസഭയ്ക്കകത്ത് പുറത്തു പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ സ്വാർത്ഥതകളും മാറിപ്പോകട്ടെ, എല്ലാ സ്വാർത്ഥതകളും. ജീസസ്. ഇനി ശ്രദ്ധിക്കാം, കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും ഉപദേശിക്കുക, അല്ലേ? വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കലേക്കുള്ള, എന്താണ് പ്രയോജനമുള്ളത്? എന്താണ് ഒരു പ്രയോജനമുള്ളത്?
ശ്രദ്ധിക്കണം, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര പള്ളിയിൽ പോകുന്നവരായാലും, നിങ്ങൾ എത്ര വലിയ ക്രിസ്ത്യാനി ആയാലും, നിങ്ങൾ എത്ര വലിയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായാലും, മാനസാന്തരമില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ പള്ളി പോക്കും നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ കാര്യങ്ങളും പരിപാടികളൊന്നും ഒരു പ്രയോജനമില്ല. മാനസാന്തരപ്പെടണം, അതാണ് പ്രയോജനപ്പെടുന്ന ഒന്നാമത്തെ കാര്യം. മാനസാന്തരപ്പെടണം, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം എന്ന് വെച്ചാൽ ദൈവത്തിങ്കലേക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി തിരിയണം, ദൈവത്തിങ്കലേക്ക് തിരിയണം. ലോകത്തെ നോക്കി ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സ് ദൈവത്തിങ്കലേക്ക് തിരിയണം. ലോകത്തെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കണം. ലോകമോഹങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, ലോക പ്രവർത്തികളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നിന്റെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. അതാ മാനസാന്തരം. അടുത്ത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്ക് യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കണം. ഒന്ന്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം സംഭവിക്കണം. രണ്ട്, യേശുവിൽ വിശ്വസിക്കണം. ആമേൻ. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് യേശുവിൽ വിശ്വാസമാണ്. ആ വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. യേശുവിൽ വിശ്വസിക്കുന്നവൻ, അവനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേൻ, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ ഇടയാകും. ഞാൻ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. സ്തോത്രം. ആമേൻ. ജീസസ്. ഇവിടെ പൗലോസ് പറയുന്നു, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പൗലോസ് പറയുകയാണ്, സ്തോത്രം. ആമേൻ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് എന്ത് നേടുവാനുള്ളത് എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ കഷ്ടങ്ങളുണ്ടെന്ന് പൗലോസിന് അറിയാം, പക്ഷെ അത് എങ്ങനെയാ, എന്ത് കഷ്ടമാണെന്ന് പൗലോസിന് അറിയത്തില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കാര്യവും വെളിപ്പെടുത്തും, പക്ഷെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടുത്തത്തില്ല. ദൈവത്തിന് മറച്ചു വയ്ക്കാറുണ്ട്. അപ്പൊ പൗലോസിന് അത് അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പൗലോസ് പറയുകയാണ്, ഈ കഷ്ടങ്ങളെല്ലാം എനിക്കെതിരെ വരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ യെരൂശലേമിൽ ചെന്ന് എന്തൊക്കെ നേരിടുവാൻ പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ പ്രാണനേക്കാൾ വലുതാണ് നിന്റെ നാമം? പറയാൻ പറ്റുമോ? എൻ്റെ പ്രാണനേക്കാൾ വലുതാണ് എനിക്ക് എൻ്റെ കർത്താവ്. ഒരിക്കൽ ജോസഫിൻ്റെ ആ പുതിയ കല്ലറയിൽ കർത്താവായ യേശുവിൻ്റെ ശരീരത്തെ അടക്കം ചെയ്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്ത് മറിയും ചില സ്ത്രീകളുമായി സുഗന്ധവർഗം യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ ആ തോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കല്ലറയിൽ നിന്ന് കല്ല് മാറ്റിവെച്ചിരിക്കുന്നതും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുമായിട്ടുള്ള വാർത്ത കേൾക്കുമ്പോൾ, സ്തോത്രം, അവിടെ നമ്മൾ വായിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, ഈ സ്ത്രീ യേശുവിനെ കണ്ടു, പക്ഷെ യേശുവാണ് എന്ന് മനസ്സിലാക്കാൻ ഇവൾക്ക് കഴിഞ്ഞില്ല. ഇവൾ വിചാരിച്ചു
തോട്ടക്കാരൻ എന്ന് വിചാരിച്ചുകൊണ്ട് മറിയ യേശുവിനോട് പറയുക, യേശുവിനെ വെച്ചത് എവിടെ? എന്നോട് പറയുക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. സ്തോത്രം. ഇവൾക്കറിയാം ഞാനൊരു സ്ത്രീയാണ്. ഇവൾക്കറിയാം യേശു മരിച്ചു, അടക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായി ഈ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശരീരം വീർക്കും, ഭാരമേറും. ഇതൊക്കെ ഇവൾക്കറിയാം. അപ്പൊ ഇവള് പറയുക, യേശുവിനെ വെച്ചത് എവിടെ? പറ. എന്നോട് പറഞ്ഞതാ, ഞാൻ കൊണ്ടുപോകാം എന്ന് വെച്ചാൽ ഇവൾക്കൊറ്റയ്ക്ക് പറ്റില്ല എന്ന് ഇവൾക്കറിയാം. പക്ഷേ ഇവൾ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, എന്ത് വില കൊടുത്തു ഞാൻ യേശുവിനെ കൊണ്ടുപോയിക്കോളാം എന്ന് വെച്ചാൽ, ഇന്ന് പകൽ പൗലോസിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, എൻ്റെ പ്രാണനേക്കാൾ ഞാൻ എൻ്റെ പ്രാണനാഥനെ വില കൽപ്പിക്കുന്നു. എൻ്റെ പ്രാണനല്ല ഞാൻ വില കൊടുക്കുന്നേ, എൻ്റെ ജീവനേക്കാൾ എനിക്ക് വലുതെൻ്റെ യേശുവാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവനേക്കാൾ എനിക്ക് വലുതെൻ്റെ കർത്താവാണ്? പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷത്തിന് ഭയങ്കര എതിരുള്ള ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഒരു സഭയിൽ രഹസ്യമായി ഒരു സഭാരാധന നടക്കുവാനിടയായി. ഈ സഭാരാധന നടക്കുമ്പോൾ ഈ ആരാധന ഹാളിലേക്ക് തോക്കുധാരികളായ, ആയുധധാരികളായ ചില പട്ടാളക്കാർ, ചില സോൾജേഴ്സ് ഈ പ്രയർ നടക്കുന്ന, ആരാധന നടക്കുന്ന ഹാളിലേക്ക് ഒരു 4-5 പേർ കയറി വന്നിട്ട് ഇത് കണ്ടപ്പോൾ പാസ്റ്ററും വിശ്വാസികളെല്ലാം പേടിച്ചു. ഇവർ ഭയന്നു വിറച്ചു. ഇവർക്ക് മനസ്സിലായി, ഞങ്ങളെ വെടിവെക്കും, അല്ലെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ ലൈഫ് ഇവിടെ തീർന്നു. പലരും ഭയന്നു വിറച്ചു നിൽക്കുമ്പോൾ ഈ പട്ടാളക്കാർ അവരോട് ഇങ്ങനെ പറഞ്ഞു, ജീവന് പേടിയുള്ളവരൊക്കെ ഓടിക്കൊള്ളാൻ പറഞ്ഞു. ആമേൻ. മരിച്ചാലും ഇവിടെ മരിച്ചു വീണാലും യേശുവിനെ ആരാധിക്കൂ എന്നുള്ളവർ ഇവിടെ നിൽക്കാനും, പേടിയുള്ളവരൊക്കെ ഓടാൻ പറഞ്ഞു, പുറത്തു പോകാൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ പോകാൻ പറഞ്ഞു. കുറേ പേര് ഓടി, കുറേ പേര് പോയി. സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രം അവിടെ നിന്നു. അവരോടിയില്ല. അവരവരുടെ വേദപുസ്തകങ്ങൾ അവരവരുടെ നെഞ്ചോട് ചേർത്ത്, അവർ മരിക്കുന്നെങ്കിൽ മരിക്കാം, മരണം മുഖാമുഖമായി കണ്ട് ഇവർ നിൽക്കുമ്പോൾ ഈ പട്ടാളക്കാർ, അതിൽ 1-2 പേർ, അവരുടെ പുറകിൽ അവർ ധരിച്ചിരുന്ന ബാഗ് അവർ പുറത്തെടുത്തു. ഇവർ വിചാരിച്ചു ഈ പട്ടാളക്കാരെടുക്കുന്നത് ബോംബ് എടുക്കുക. ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ ഇവർ ചോദിച്ചു, പട്ടാളക്കാരിൽ ചിലർ ചോദിച്ചു, നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങളെ ഞങ്ങൾക്കിപ്പോൾ കൊല്ലാൻ പോവാ, ഞങ്ങളിപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവർ പറഞ്ഞു, ഇല്ല സാർ, ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ യേശുവിനെ വിട്ടു പോകത്തില്ല, ഞങ്ങൾ ആരാധന വിട്ടു പോകത്തില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ഈ ബാഗ് എടുത്ത പട്ടാളക്കാർ ഈ ബാഗിനകത്ത് നിന്ന് ഒരുവൻ ഒരു ബോട്ടിലിൽ വീഞ്ഞും മറ്റവൻ ഒരു പൊതി എടുത്ത് ആ പൊതിക്കകത്ത് നിന്ന് ഒരു ബന്നും എടുക്കുവാൻ ഇടയായി. സ്തോത്രം. ആമേൻ. ആ പട്ടാളക്കാർ ഇപ്രകാരം
നിൽക്കുന്ന വിരലിൽ എണ്ണാവുന്ന ചില വ്യക്തികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ പട്ടാളക്കാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, ഞങ്ങൾ കർത്താവായ യേശുവിനെ സേവിക്കുന്നവരാ, എന്നാൽ ഭീരുത്വമില്ലാത്ത, ഭയമില്ലാത്ത ആമേൻ ചിലരെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അവരോട് കൂടെ ഇരുന്ന് കർത്താവിൻ്റെ മേശ പങ്കിടാൻ, സ്തോത്രം, ഒരിടം ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാൻ പറയട്ടെ, അന്ന് ആ പകൽ ഈ സ്തോത്രം, ഈ സോൾജിയേഴ്സ്, ഈ പട്ടാളക്കാരും ആ ദൈവദാസനും വിരലിലെണ്ണാവുന്ന ചില വ്യക്തികളുമായിരുന്ന് ആ ഹാളിനകത്ത് അവർ കർത്താവിൻ്റെ മേശ പങ്കിടുവാൻ ഇടയായി. ഇന്ന് പകൽ എൻ്റെ കർത്താവ് നിന്നെ വിളിക്കുന്നത് തൻ്റെ ധീരപ്പടയാളിയായിട്ടാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇട്ടേച്ചോടുന്നവനെ അല്ല കർത്താവ് അനുഗ്രഹിക്കുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ കർത്താവിനെ വിട്ട് ഓടുന്നവനല്ല. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും, ഏത് പ്രശ്നം വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഏത് പ്രതികൂലം വന്നാലും എൻ്റെ പ്രാണനേക്കാൾ, എൻ്റെ ജീവനേക്കാൾ എനിക്ക് വലുതെൻ്റെ കർത്താവാണ്. ആമേൻ. ഇത് വെറുതെ ആമേൻ ഞായറാഴ്ചകളിൽ സാക്ഷ്യവാചകങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞു വിടുവാനുള്ളൊരു കാര്യമല്ല. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ എത്രത്തോളം ആമേൻ പ്രാധാന്യമുണ്ടെന്ന് നിന്റെ ജീവിതം കൊണ്ടാണ് നീ അത് തെളിയിക്കേണ്ട. വായി കൊണ്ട് പറയുകയല്ല. ആമേൻ, സ്തോത്രം. അത് പറയുന്നതിലും ഉപരി നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ യേശുവിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ നാളുകളിൽ പ്രവർത്തികളാൽ തെളിയിക്കാൻ, ജീവിതം കൊണ്ട് തെളിയിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. താഴോട്ട് വായിച്ച് വരുമ്പോൾ നാം അവിടെ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. പൗലോസ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, 20-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വായിക്കുന്നു. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പൗലോസ് പറയുന്ന അടുത്ത കാര്യം, എനിക്ക് ശുശ്രൂഷ തന്നത്, എനിക്ക് ശുശ്രൂഷ തന്നത് കർത്താവ് യേശുവാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് ഈ ശുശ്രൂഷ തന്നത് കർത്താവാണ്? ആമേൻ. എൻ്റെ കഴിവ് കൊണ്ട് ഈ ശുശ്രൂഷ നേടിയതല്ല, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് ഈ ശുശ്രൂഷ നേടിയതല്ല, എൻ്റെ അറിവും പരിജ്ഞാനം കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ നേടിയതല്ല, എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ നേടിയതല്ല. ഈ ശുശ്രൂഷ നൽകുന്നത്, ഒരുവന് ശുശ്രൂഷ നൽകുന്നത് കർത്താവാണ്. സ്തോത്രം. ഇന്നു പകൽ എന്നെ കാണുന്ന ആരുടെ മേലെങ്കിലും ഒരു ശുശ്രൂഷ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്ക്, ഇതിനെ തടയാൻ ഒരു മനുഷ്യനെയും കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. നിന്റെ മേലൊരു ശുശ്രൂഷ പകരണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ, നിന്റെ മേലൊരു കൃപ പകരണമെന്ന്, നിന്റെ മേലൊരു ശുശ്രൂഷ പകരണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിച്ചാൽ ഒരു പാസ്റ്ററെ കൊണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട്, ഒരു വ്യക്തിയെ കൊണ്ട് തടയാൻ പറ്റത്തില്ല. ജീസസ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആർക്കും തടയാൻ കഴിയാത്തൊരു ശുശ്രൂഷയുടെ കൈമാറ്റം ഇന്ന് പകൽ ഈ ലൈവിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആർക്കും തടയാൻ കഴിയാത്ത, ഒരു മനുഷ്യനും തടയാൻ കഴിയാത്ത, ഒരു വ്യക്തിക്ക് തടയാൻ കഴിയാത്ത, ഒരു ലൂസിഫറിനും തടയാൻ കഴിയാത്ത ഒരു മിനിസ്ട്രിയുടെ ഒരു കൈമാറ്റം, ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം ഇന്ന് പകൽ ചിലരുടെ മേൽ സംഭവിക്കട്ടെ. യെസ് ജീസസ്. അപ്പൊ പൗലോസ് പറയുന്നു, കർത്താവ് യേശു തന്ന ശുശ്രൂഷ. ഇന്ന് പകൽ ഇരിക്കുന്നിടത്ത് നിന്ന് വായി തുറന്ന് പറയാൻ പറ്റുമോ, കർത്താവ് യേശുവിൻ്റെ ശുശ്രൂഷ?
കർത്താവായ യേശു തന്ന ശുശ്രൂഷ. അപ്പോൾ നമുക്ക് ശുശ്രൂഷ തന്നെങ്കിൽ, ഞാൻ പറയുന്നത് പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ, നിന്റെ സഭയ്ക്കകത്ത് നീ പായിടുന്നുണ്ടെങ്കിൽ, ഒരു ദൈവദാസന് നീ വെള്ളമെടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലും ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. സ്തോത്രം. അപ്പോൾ ഈ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവ് തന്ന ശുശ്രൂഷയാണ്. ഇവിടെ പൗലോസ് പറയുന്നു, ആ ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോൾ ഉള്ളിൽ ഒരു നിർബന്ധമുണ്ട്. എന്താണ് നിർബന്ധം? കർത്താവായ യേശു എനിക്ക് തന്ന ആ ശുശ്രൂഷ തികയ്ക്കണം. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ജീവനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ സ്വന്തം കാര്യങ്ങൾ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്കൊറ്റ അപ്പോൾ എന്താണ് എൻ്റെ മേൽ കിടക്കുന്ന നിർബന്ധം? എന്താണ് എൻ്റെ നിർബന്ധം? എന്താണ് എൻ്റെ താല്പര്യം? അതൊന്നു മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ ശുശ്രൂഷ തികയ്ക്കണം. കർത്താവ് എനിക്ക് തന്നൊരു ശുശ്രൂഷയുണ്ട്, കർത്താവ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷയുണ്ട്, അത് തികയ്ക്കണമെന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ. സ്തോത്രം. താഴോട്ട് വരട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ, പൗലോസ് പറയാണ്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ട് നടന്നവനായി എൻ്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ പൗലോസിന് മനസ്സിലായി, അധിക നാൾ ഇങ്ങനെ ഇത് മുന്നോട്ട് പോകത്തില്ല, അധിക നാൾ ഇത് മുന്നോട്ട് പോകത്തില്ല. എൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കേണ്ട സമയമായി. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും, എന്ന് വെച്ചാൽ എൻ്റെ വചനം കേട്ട് എൻ്റെ ശുശ്രൂഷ അനുഭവിച്ച് രക്ഷയിൽ വന്ന ആ നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോകയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അപ്പം നിങ്ങളാരും എന്ത് ചെയ്യരുത്? നശിച്ചു പോകരുതെന്ന എൻ്റെ ആഗ്രഹം. എന്നാൽ നിങ്ങൾ നശിച്ചു പോയാൽ, ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അടുത്ത്, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ദൈവം തന്ന ആലോചന, ദൈവം പൗലോസിനോട് കൊടുത്ത ആലോചനകൾ ഒന്നും പൗലോസ് മറച്ചു വെച്ചില്ല, സകലതും എന്ത് ചെയ്തു? അറിയിച്ചു തന്നിരിക്കുന്നു. അടുത്ത 28-ാം വാക്യം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. സ്തോത്രം. അപ്പോൾ എന്നെ ഏതെങ്കിലും ദൈവദാസന്മാർ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവം തന്ന ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? മുഴുവനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അയ്യോ, വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ എന്ന് വെച്ച് അങ്ങ് വിട്ടേച്ചു പോവുകയല്ല. ദൈവം നിങ്ങൾക്ക് തന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു കുടുംബമുണ്ടെങ്കിൽ, അതിനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. കാരണം അടുത്ത് പറയുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, അപ്പൊ ആട്ടിൻകൂട്ടത്തെ ശ്രദ്ധിക്കണം. പൗലോസ് പറയാം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് ഒരു വെളിപ്പാട് പോലെയോ ഒരു മുൻകരുതൽ പോലെയോ ഒരു ദൂതായിട്ടോ സഭയോട് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആര് വരും? ചില ചെന്നായ്ക്കൾ വരും. എന്തിനാ വരുന്നേ? അവിടെ എഴുതിയിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ ആദരിക്കണം. നിങ്ങളുടെ കീഴ്വീട്ടുകാരല്ല വിശ്വാസികൾ. ഒരു സഭയിലെ ദൈവദാസൻ എന്ന് വെച്ച് നിങ്ങളുടെ സഭയിലെ വിശ്വാസികൾ നിങ്ങളുടെ കീഴ്വീട്ടുകാരല്ല, നിങ്ങളുടെ അടിമകളല്ല.
അവരെ ആദരിക്കണം. സ്തോത്രം. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആടുകളെ നിങ്ങൾ ആദരിക്കണം. സ്തോത്രം. ആമേൻ. സഭയിലെ ഒരു വിശ്വാസി രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞാൽ, സഭയിലെ ഒരു വിശ്വാസി പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നറിഞ്ഞാൽ, സ്തോത്രം, ആമേൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ ചെന്ന് കാണുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ആമേൻ. സഭയിലൊരു വിശ്വാസി രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞാൽ പോകാത്ത ഒത്തിരി പാസ്റ്റേഴ്സിനെ എനിക്കറിയാം. പോകത്തില്ല. അവർ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. എനിക്കറിയാം, കോവിഡ് സമയത്തൊക്കെ ഒത്തിരി പാസ്റ്റേഴ്സ് ഫോണൊക്കെ സ്വിച്ച്ഡ് ഓഫ് ആക്കി വെച്ച പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ കുറ്റം പറയുന്നതല്ല. ഇന്ന് പകൽ ആമേൻ, ചില ചെന്നായ്ക്കളെ പോലെ ആകരുത്. ചെന്നായ്ക്കളെ പോലെ ആകരുത്. നമ്മുടെ ആട്ടിൻകൂട്ടങ്ങളെ നമ്മൾ ആദരിക്കണം. താഴോട്ട് വായിക്കട്ടെ. സ്തോത്രം. അടുത്ത, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെറിയ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. 30-ാം വാക്യം. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർക്കും. എന്താണ്? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. അപ്പൊ ഈ ശിഷ്യന്മാരെ എന്ത് ചെയ്യും? അപ്പോ ഞാൻ ആ വചനത്തിലേക്ക് തിരിച്ചു വരാം. സ്തോത്രം. യെസ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 28 അല്ലേ, 29-ാമത്തെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന. അപ്പൊ ദൈവത്തിൻ്റെ ജനത്തെ, ഈ ശിഷ്യന്മാരെ, വിശ്വാസികളെ ഈ പുറകെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുള്ള ദൈവദാസന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എഴുന്നേൽക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. മനസ്സിലായോ? ദൈവവേലക്കാർ എഴുന്നേൽക്കുമെന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ? ഈ വലിച്ചു കൊണ്ടുപോകുന്ന എന്ന് വെച്ചാൽ നേരത്തെ തന്നെ തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ വിശ്വാസികളെ ആദരിക്കാത്ത, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചില ചെന്നായ്ക്കൾ. അപ്പോ ഈ ആദരിക്കത്തുമില്ല ജനത്തെ എന്ത് ചെയ്യും? വലിച്ചിഴയ്ക്കുന്ന അനുഭവം.